എല്ലാം പറഞ്ഞ പോലെ. എന്നാൽ ഞാൻ അങ്ങനെയാവട്ടെ, ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ആനന്ദിന് നല്ല ശ്രദ്ധ വേണം. തീർച്ചയായും ധാന്യങ്ങളെല്ലാം കടത്തനാട്ടെ ഇരുട്ടറയിൽ ഭദ്രമായി ഞാൻ എത്തിച്ചോളാം. വരുന്നുണ്ട്, വരുന്നു. ധാരാളം ധാന്യം ഇനിയും വരാനുണ്ട്. പക്ഷേ എന്നും ഈ ഔദാര്യം കിട്ടിക്കൊണ്ടിരിക്കുമെന്നും നിങ്ങൾ ആരും കരുതണ്ട. നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തിനും ഭദ്രതയ്ക്കും വേണ്ടി പൊരുതുക, അവകാശങ്ങൾ നേടിയെടുക്കുക. ഞാനും കൂടി അറിഞ്ഞോട്ടെ, എന്താ രണ്ടുപേരും കൂടി വാക്കില്ലാതെ പറയുന്നത്? എങ്ങോട്ടാണ് ഈ രണ്ടുപേരും കൂടി പോകുന്നത്? എന്താ ഇതൊക്കെ? കാര്യം പറയുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയണ്ടേ? അമ്മു, ഞാൻ സ്വപ്നം കാണുകയാണ്. അമ്മു, എന്തേ? ഞാൻ തെറ്റ് ചെയ്യുക. ഈ നോയമ്പും നേർച്ചയും കാവലമ്മ കൈക്കൊള്ളു. എന്റെ തമ്പുരാനെ, ഈ കാഴ്ചയ്ക്കും വേഴ്ചയ്ക്കും ഇവൾ കാത്തിരുന്നേ. തമ്പുരാട്ടി എങ്ങാനും അറിഞ്ഞാൽ തല കൊയ്തോട്ടെ. വാളുകൊണ്ട് വെട്ടിക്കൊള്ളു, വാക്കുകൊണ്ട് വേണ്ട. എന്ത് വേണ്ടിന്? എന്നറിയോ? ഇല്ല. കടത്തനാട്ടിലെ പച്ചോളിന്ന്
കൊച്ചു കുറുപ്പെന്നറിയപ്പെടുന്ന കുറുപ്പെന്നോരുടെ മോൻ അമ്പുവാണ് ഞാൻ. വന്നത് കേട്ടറിഞ്ഞു, കണ്ടുപോകാമെന്ന് കരുതി. എന്നെയോ? തന്നെ. സന്തോഷം. വമ്പത്തി. കാറ്റാടുന്ന കളിത്തിണ്ണയിലൊന്ന് ഇരിക്കാൻ പറയാനും തണ്ണീർ കുടിക്ക് വിളിക്കാനും കിളിവാലും വെറ്റില ചുരുട്ടി ഒന്ന് മുറുക്കാൻ തരാനും മടിയുണ്ടോ? അതൊരു മര്യാദയേ ആകൂ. നിങ്ങളിപ്പോ നാദാപുരം കോട്ടയിലാണ്. ഉപചരിക്കേണ്ടത് കോട്ടിക്കുടമയാണ്. വാക്കിന് വാക്ക്, വാളിന് വാള്. ഇത് തന്നെയാണ് എന്റെയും പ്രമാണം. ഈ മുഷിത്തിൽ ഞാൻ മാറ്റുന്നുണ്ട്. ഇതാ രാമായണം എഴുതിയ പൊൻവിളകൾ. ഈ ഉടല് കണ്ടപ്പോ, ഈ ഉരിയാട്ടം കേട്ടപ്പോ ഇവിടെ വെച്ച് തന്നെ ഞാൻ തന്നു പോവാ. മടിക്കേണ്ട, കൈ നീട്ടി തരേണ്ടവൻ തന്നെയാണ് തരുന്നത്. കേൾക്കണം നിങ്ങൾ. കണ്ണൻ കൈക്കരന്റെ കാപ്പിടാൻ വേണ്ടി കടത്തനാട്ടിൽ നിങ്ങൾ കോട്ടയോളം എത്തിയത് കുറെ കടുപ്പമായി പോയി. പെണ്ണേ, കഷ്ടം. പൊന്നന്മാർ ഇങ്ങനെയുണ്ടോ? എന്തു പറഞ്ഞു? എന്തേ കൊച്ചു തമ്പരാട്ടി? ആരാ? എന്റെ പേരതാണ്. ഇവൾ ആരെക്കുറിച്ചാണ് അറിയേണ്ടത്? ആരെയാണ് കാണേണ്ടത്? ആർച്ചേ. എങ്കിലും അകത്ത് കടന്നിരിക്കാമല്ലോ. ആ ചിന്നു, അകത്ത് പോയി. ഇരിക്കണം. അമ്പു എന്നല്ലേ പേര്? അതെ, പക്ഷേ എന്നെ പേരെടുത്ത് വിളിച്ച ഒരു പെണ്ണില്ല. പൊറുക്കണം. കോട്ടയിൽ അച്ഛന് വന്ന് ചെത്തിന്ന് കേട്ടു. തണ്ണീർ കുടിക്കൂ, ഒരുക്കി വരാം. ഉടനെ വേണമെന്നില്ല. അരികിൽ വന്നിരുന്നോളീ, എനിക്ക് വിരോധമില്ല. ദാ വന്നു കഴിഞ്ഞു. ചെക്കൻ ആകെ വഷളാക്കുമെന്ന് കരുതി. ആർച്ചയ്ക്ക് അമ്പുവിന് ഇഷ്ടപ്പെട്ടത് തന്നെ. ഒന്ന് കണ്ടു പോരേണ്ടതിന് ഇപ്പോഴേ കൂടെ പാർക്കാൻ പോവാണ്. നമ്മുടെ അന്തസ് വിടാമോ? അതും ഇത്തിരി പോന്നൊരു പെണ്ണിന്റെ മുമ്പിൽ ഒത്തിരി പോന്ന അവൻ ചെന്നു, കണ്ടു, മിണ്ടി, കഴിഞ്ഞു. ഉടൻ പോരേണ്ടതല്ലേ? പണ്ടത്തെ കാലമാണോ കുറുക്കുന്നവര്? പിന്നെ ഈ സ്നേഹത്തിനും ബന്ധത്തിനും വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യുന്നത് എന്തിനെന്ന് ഓർമ്മ വേണം. നാദാപുരം കോട്ട ഇപ്പോഴേ എന്റെ സ്വന്തമായി കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചിരിപ്പാണ്, കടത്തനാട്ടിന്റെ സഹായത്തോടെ. ആരിത്? ലക്ഷ്മി. ഇവൾ ഇവിടെ കടത്തനാട്ടിൽ നിന്ന് കല്ലെറിഞ്ഞ് പായിച്ചതാണ്. ഇവൾ ചാരവൃത്തി ചെയ്തു, നാടിനെ ഒറ്റിക്കൊടുക്കാൻ ഒരുമ്പെട്ടു. ഓഹോ, ലക്ഷ്മി കടത്തനാട്ട ചാരദാസിയായിരുന്നു അല്ലേ? അവൾ ഇവിടെ വന്നൊരു 4 നാള് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു പന്തിയില്ലായ്മ തോന്നി. അവൾ ഇവിടെ വച്ചുകൊണ്ടിരിക്കുന്ന അപകടം കടത്തനാട്ടിന്റെ മാത്രമല്ല, എന്റെ ശത്രുവാണവൾ. ഇപ്പോഴേ നാടുവാഴി അറിയിച്ചാലോ? വരട്ടെ, ഞാൻ പറയാം. കൈ നനയ്ക്കണ്ടേ? ഇനി ഒന്നും വേണ്ട. വായിക്കും വയറിനും ഉള്ളതെല്ലാമായി. ചങ്കിൽ ചേർക്കേണ്ടവളെ ചേർത്തും കഴിഞ്ഞു. ഇനി തോഴിമാരെല്ലാം പോട്ടെ, നമുക്കേറെ പറയാനില്ലേ? ഏറെ പറയാനുള്ളപ്പോൾ കുറെ പോലും പറയാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ തന്നെ നിന്നോട്ടെ. കണ്ണുനിറയെ ഒന്ന് കണ്ടോട്ടെ കുറുപ്പെന്നവരെ. ഈ തിരുവായ് മൊഴികൾ കാൽനിറയെ കേട്ടോട്ടെ കുറുപ്പെന്നവരെ. ഈ കുത്തുവാക്കും കുരങ്ങളിയും ആരോടെന്നറിഞ്ഞാൽ എനിക്കും നിനക്കും നല്ലത്. പട്ടുമ്പത് ചെത്തിയിരിക്കുന്നു പെണ്ണ് കാണാൻ. മര്യാദയില്ലാതെ മുട്ടി വിളിക്കുന്നു പെണ്ണൊരുത്തിയുടെ തളവാതുക്കൽ. നാണമില്ലാതെ കൊഞ്ചുന്നു കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ. നിർത്തി. വായ്പഴ കൊണ്ടല്ല വമ്പ്, എല്ലാത്തിനെയും അരിഞ്ഞു കളയില്ല. വീരൻ, വീരാധിവീരൻ. ഹേയ് പടക്കുറുപ്പേ, പെണ്ണുങ്ങളോടല്ല പോർവിളി. പുറത്തേക്കുള്ള വഴി അതാണ്. അതോ പിണാറ്റുകാരെ വിളിക്കണോ? കാണാം. കാണണമെന്നില്ല.